ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിയോസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 2 മാസമായി. 2 മാസമായിട്ട് നമ്മുടെ മുടി നിൽക്കുന്നത് ഇത്രയും വരെ വളർന്നേക്കുന്നുണ്ടോ, ഇത്രയും വരെയും വളർന്നേക്കുന്നുണ്ട്. ബാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്കിൽ ഇത്രയും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇവിടെ ഇങ്ങനെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡോണർ ഏരിയയും ഇത്രയും നമുക്ക് കവറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്, ഈ ഡോണർ ഏരിയയിൽ നമ്മുടെ ഈ ഏരിയയിൽ എത്രത്തോളം ക്യൂറായിട്ടുണ്ട്. ഇനി അതല്ല, മുടി ശരിക്കൊന്ന് ഡ്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അതവിടെ ഗ്യാപ്പുകൾ, ആ മുടികൾക്ക് എത്ര ഗ്യാപ്പ് കാണുന്നുള്ളത് നമുക്കൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാവരും ഒരു പ്രശ്നമാണ്, ഈ ഡോണർ ഏരിയ നിന്ന് മുടീനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടി നഷ്ടപ്പെട്ട് പോകില്ലേ, നമുക്ക് എന്തെങ്കിലും ഡ്രിം ചെയ്യാൻ പറ്റുന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ആ സംശയം നമ്മൾ തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഈ 2 മാസത്തിന് ശേഷം എൻ്റെ ഡോണർ ഏരിയയിൽ എത്രത്തോളം മുടി കുറവുണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മുടി വെട്ടാൻ വേണ്ടി, മുടി ഡ്രിം ചെയ്യാൻ വേണ്ടി വേണം. ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് കൃതാവിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കൂടുതൽ പറഞ്ഞപ്പോൾ വെട്ടിക്കാണിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടി ഡോണർ ഏരിയയിൽ നിന്ന് ആദ്യമായിട്ടാണ് വെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഡോണർ ഏരിയയിൽ വെട്ടിക്കഴിഞ്ഞ ശേഷം ഉള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ വെട്ടി ഇവിടെ നിന്നൊക്കെ നല്ല കട്ട്, നല്ല സുന്ദരക്കുട്ടപ്പനായ, ശരിക്കും അല്ലെങ്കിൽ വൃത്തിയേടായ. നമ്മൾ ഇവിടെ മാത്രം, അത് നിങ്ങൾ പറഞ്ഞോട്ടാ, ഭംഗിയുണ്ടോ ഭംഗിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അതായത് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫുള്ളായിട്ട് വെട്ടിക്കളഞ്ഞു, മുടിയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇവിടെ മാത്രം നമ്മൾ കുറച്ച് ഇങ്ങനെ മുടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോസിന് ഇത് പ്രത്യേകത ഉണ്ടെന്നല്ലേ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോസിനേക്കാൾ പ്രതിയായിട്ട് മാറ്റമുണ്ടായിട്ട് നമ്മളിന്ന് വേറൊരു സ്ഥലത്താണ് നമ്മളിത് വീഡിയോ ചിത്രീകരിച്ചത്. അതായത് ഒരു ചെരുപ്പ് കടയിലാണ് സംഭവം നമ്മൾ വീഡിയോ ചിത്രീകരിക്കുന്നത്. അത് എൻ്റെ തന്നെ കടയാണ് ഈ ചെരുപ്പ് കട എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇഷ്ടംപോലെ നല്ല ചെരുപ്പുകളൊക്കെ, യുവാക്കൾക്ക് പറ്റിയ നല്ല മോഡൽ ചെരുപ്പുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നല്ല വെറൈറ്റീസുള്ള ചെരുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ നോക്കിയേ. അപ്പോൾ ഇവിടെ എൻ്റെ കട എന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളം ജില്ലയിൽ മുനമ്പത്താണ് കട എന്ന് പറഞ്ഞാൽ. മുനമ്പം നമ്മുടെ ഹാർബറൊക്കെ, ഫിഷിംഗ് ഹാർബറൊക്കെ, അവിടെ അടുത്താണ് കട. അപ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ നല്ല നമ്മുടെ കടയിലൊക്കെ ഒന്ന് പർച്ചേസ് ചെരുപ്പൊക്കെ, നല്ല മോഡൽ ചെരുപ്പുകളൊക്കെ പർച്ചേസ് ചെയ്യാം. കൂടാതെ നമ്മൾ ദൂരമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ അടുത്തനായിട്ട് വേറൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ അടുത്തനായിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലും മറ്റുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കടനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മുടി വെട്ടിയതിന് ശേഷം ഇനി എന്താണ് ബാക്കിൽ മുടി വെട്ടിയിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. എന്നാ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല ഇവിടെ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. ആ ബാക്ക് സൈഡ് ഇതാണ് നമ്മുടെ ഡോണർ ഏരിയ കണ്ടോ. ഈ ഡോണർ ഏരിയയിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്നാണ് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് കൂടുതൽ നമുക്ക് അവിടെ നിന്ന് മുടി എടുത്തതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം തോന്നുന്നുണ്ടോ, വൃത്തിയായിട്ടും തോന്നുന്നുണ്ടോ? കുറച്ചും കൂടിയും ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നന്നായിട്ട്. അതായത് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനെന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഈ ഡോണർ ഏരിയയിൽ ഇത്രയും ക്യൂറായ എന്നതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 2 മാസമായി ഇപ്പോൾ. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇത്രയും ഭംഗിയായിട്ട് എന്നതിൽ. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഈ ഏരിയയും കുഴപ്പമില്ല. നമ്മൾ ഈ ഏരിയയിൽ നിന്നൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ തന്നെ മുടി ഇങ്ങനെയൊക്കെ ആ സെയിം ഇതിനകത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഡോക്ടറെ കാണുന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഡോക്ടറെ കാണുന്ന സമയത്ത് ഇനി 2 മാസം കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ 2 മാസം കഴിഞ്ഞതിന് ശേഷം അടുത്ത നമ്മുടെ അതായത് ഭാവിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡോക്ടറോട് ചോദിച്ച ശേഷം നമ്മൾ മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ വേറെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ തലയിൽ ഇവിടെ നോക്കിയാൽ ഒരു ബ്ലാക്ക് ഹെഡ് ഉണ്ട് എന്നല്ലേ. ഇവിടെ ഒരു ബ്ലാക്ക് ഹെഡ് ഉണ്ട്, ഇതാ കാണുന്നില്ലേ. അപ്പോൾ ഇതും നമ്മൾ എന്താണ് നമ്മൾ ചോദിക്കും, അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കും. അപ്പോൾ എന്തായാലും ഈ 2 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ, അതായത് നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുള്ള ഈ മുടി വെട്ടിയിട്ട ശേഷമുള്ള ഇത്രയും നാളത്തെ ഇതിനകത്ത് എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇനി കുറേശ്ശെ നമ്മുടെ ഇവിടെ നിന്നൊക്കെ മുടിയൊക്കെ വരും. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംതൃപ്തനാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു ഡോക്ടറെ കാണുന്ന സമയത്ത് നമ്മളൊരു PRP എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇനി PRP എടുക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ അവിടെയൊക്കെ ആയിട്ടാണ് PRP എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നത് അടുത്ത വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും ഈ വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും വളരെ ഉപകാരമായിക്കൊള്ളും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ.